വണ്ടി എടുത്ത മുകേഷ് സിനിമയുടെ. മുകേഷോ? എവിടെ? ആ കാറിനകത്ത്. അകത്ത് വല്ല സെറ്റപ്പ് ഉണ്ടോ നോക്കടാ. അറിയില്ല, വാ ചെന്ന് നോക്കാം. ഇയാൾക്കിപ്പോ പടമൊന്നുമില്ലേ? ഉറക്കാണ് അവനൊക്കെ. ഹലോ മുകേഷടാ. സാറേ ഒരു സെൽഫി എടുത്തോട്ടെ. ഇപ്പോഴോ? ഒന്നും മസിലിടുവായി. മുകേഷടാ, ഇവിടെ ഏത് പടത്തിന് ഷൂട്ടാ? ഞാനൊന്ന് കിടന്നോട്ടെ, നിങ്ങൾ ചെല്ല്. നല്ല പേര്. ആരാ ഹീറോ? പ്ലീസ് ഒന്ന് പോയേ. നീ ഇങ്ങോട്ട് വാടാ, അവൻ്റെ ഒക്കെ ചാട കാണാം. നമ്മുടെയൊക്കെ കാശുകൊണ്ടല്ലോ ജീവിക്കാം. ഉബേ, എവിടെയാടോ ആ ബാങ്ക് മാനേജർ? ഇരുന്ന് ഉറങ്ങാൻ മാത്രം കൊള്ളാം. പറഞ്ഞ പോലെ അയാൾ പോയിട്ട് നേരം കുറെ ആയല്ലോ. 11 മണി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അന്തസ്സോടെ അന്തസ്സല്ലേ, എന്നിട്ടുള്ള അന്തസ്സും കൂടി പോയി. ആ മനോജ് കേച്ചൻ്റെ പോലെ അസിസ്റ്റന്റ് ആയാൽ മതിയായിരുന്നു. ആ ഡ്രൈവർ എവിടെ? ഈശ്വര, അയാളെയും കാണാനില്ലേ? ഇവിടെ ഇരുന്ന് ചൂടുവെള്ളം എവിടെ? ഓ, ഇതായിരിക്കണം മുകേഷ് ചേട്ടാ വെള്ളം. ഇത് തണുത്തല്ലോ. 8 മണിക്കൂർ കഴിഞ്ഞ് ഏത് വെള്ളവും തണുക്കും ചേട്ടാ. ആ ദാ പറഞ്ഞു വിഗതകുമാരൻ. ഈ പാതിരാത്രിക്ക് ഇയാൾ ഇത് ഏത് കല്യാണം കൂടാൻ പോവുക? സാറിനെ ഇംപ്രസ് ചെയ്യാനായിരിക്കും. മുഖത്ത് നോക്കി ശരിക്കും രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു തരും. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നാളെ വീട്ടിൽ ചെന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോൾ. അതാ കുറച്ച് വയ്യത്. എന്തായാലും അത് വളരെ നന്നായി. ഇതിങ്ങനെ തന്നെയാവുന്ന ചേട്ടനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. മൂക്കിലുണ്ട് പഞ്ഞുകൂടെ വെച്ചെങ്കിൽ വണ്ടി അടിച്ച് നേരെ ആംബുലൻസിലേക്ക് വെക്കായിരുന്നു. ആ ഡ്രൈവർ എവിടെയോ? അയ്യോ സർ, ഈ സമയത്ത് ഇവിടെ ഹോൺ അടിക്കുന്നത് അസോസിയേഷൻ റൂൾസിന് അഗൈൻസ്റ്റ് ആണ്. എവിടെയായിരുന്നു ബാബു ഇത്ര നേരം? വണ്ടി എടുക്കണോ? താൻ കയറോ? ലേറ്റായിട്ട് വന്നതും പോരാ. ഞാനിവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പറാണേ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. വണ്ടി എടുക്കാൻ പറ്റട്ടെ. ഉബേ, അല്ല, ബാക്കിൽ പ്രൊഡക്ഷൻ്റെ ബാഗൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇരുന്നത്. ഇല്ല, ഞാൻ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. എടോ കുറച്ച് നീങ്ങിരുന്നോ? ആ കുറച്ച് നീങ്ങ്. എന്നാ പിന്നെ ഞാനും കൂടി അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നാലേ പോലീസ് വെക്കുന്ന ഷുവറാ. പുലർച്ചെ വരെ നൈറ്റ് പട്രോളിംഗ് ഉള്ളതാ. പോലീസ് പിടിച്ചാലേ ഒരു ദിവസം സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. ആര് കിടക്കണമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടിരുന്നോ? എടോ ഈ പാട്ട് നിർത്തിക്കേടോ. മുകേഷ് ചേട്ടൻ രാവിലെ പാലക്കാട് എന്നിട്ട് ഷൂട്ടിംഗ് ഉള്ളതാ. സാറിൻ്റെ പാട്ടാ അത് ഇപ്പം വേണ്ടെന്നാ പറഞ്ഞത്. സാറിൻ്റെ ഒട്ടുമുക്കാൽ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ബോയിങ് ബോയിങ് ആണ് എൻ്റെ ഫേവറേറ്റ്. ഉബേ, എന്തേ ഗോഡ് ഫാദർ ഇഷ്ടമല്ലേ? ഉബേ, മുകേഷ് ചേട്ടൻ ഉറങ്ങണം. അയ്യോ സാർ ഉറങ്ങിക്കോളൂ, ഞാനൊന്നും ഉറങ്ങണില്ല. വലിയ ഉപകാരം. ദൈവത്തോർത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഒന്ന് നിർത്താമോ? എന്താ ഇവിടെ? സാറ് പൊക്കോളൂ, പൊക്കോളൂ. ഞാനിവിടെ നിന്നൊരു ബസ് പിടിച്ചോളാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അല്ലേ മുകേഷ് ചേട്ടാ? ഉബേ, ഓ, മുഷ്പുണ്ടാക്കി വെച്ചാൽ ക്ഷമിക്കണം. സാറിന് ഇത്ര അടുത്ത് കിട്ടിയാലുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ടാ. സോറി. താൻ കേറടോ. ഉബേ, മുകേഷ് ചേട്ടനെ രോഷാകുലനാക്കാതെ നിങ്ങൾ വേഗം കയറൂ. ഞാനൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് ഷുവറാണല്ലോ അല്ലേ? ഉബേ, നോക്കിയിരിക്കാതെ വണ്ടി എടുക്കടൂ. ഇയാളെന്നിട്ട് കുറേ നേരമില്ല പശുമരണമാരെ ഉബേ ഉബേ വണ്ടി വന്നിട്ട് ഇടിച്ച് കയറ്റുന്നു. ആലത്തൂരാരാ ഉള്ളത്? എൻ്റെ എല്ലാവരും അവിടെയാണ്. കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കാരും. സാറിന് കൊല്ലം പോലെയാണ് എനിക്ക് ആലത്തൂര്. എവിടെ ജീവിച്ചാലും ഞാൻ അവസാനം അങ്ങോട്ട് തന്നെ ഓടിച്ചില്ല. നമ്മൾ ജനിച്ചു വളർന്ന വീട്, പഠിച്ച സ്കൂള്, അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങളില്ല ലോകത്തെവിടെയും. പേര് പറ മോനെ. അവൻ വിക്കണ ടീച്ചറേ.
സൈലൻസ്. നീ പറയുമ്പോഴേക്കും ക്ലാസ് തുടങ്ങും. മാറാ, നമുക്ക് കളിക്കാം. അത്തള പിത്തള തവളാച്ചി ചുക്കു മരിച്ച തുളപ്പ അന്തും ബിന്ദും പൂരാടൻ എന്താ സുധി, എന്താ പറ്റി നിനക്ക്? എന്താന്ന് പറ. മോനെന്താന്ന് നമ്മുടെ കൂടെ അമ്പലത്തിൽ പോവാഞ്ഞേ? പൂരത്തിൽ കടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോ നിനക്ക് പഞ്ഞിമിഠായി മേടിക്കണ്ടേ? ഞാൻ വലുതാവുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കോ അച്ഛാ? ഹായ്, അതിനെന്തപ്പ എൻ്റെ കുട്ടിക്കൊരു കുഴപ്പം? ദേ, ആലീസ് ഇൻ വണ്ടർലാൻഡ് ലോകത്തിലുള്ള മുഴുവൻ കുട്ടികളും വായിക്കണ പുസ്തകം ഇത്. ആ ബുക്ക് എഴുതിയത് ആരാന്ന് കണ്ടുവോ? ലൂയിസ് കാരോൾ. ഇയാൾക്കും മോനെ പോലെ സംസാരിക്കാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? ഇത്ര വലിയ ആളായില്ലേ അയാള്? അതുപോലെ എത്ര വലിയ വലിയ മഹാന്മാര്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചില്, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, അങ്ങനെ എത്ര പേരുണ്ടെന്നാ. ആ ഇനി ഇതും പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുവോ? ഇല്ല. അച്ഛൻ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഓരോന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ വലുതാവും തോറും എൻ്റെ പ്രശ്നങ്ങളും വലുതായിക്കൊണ്ടിരുന്നു. ബീൻസ്, പയറ്, പച്ചമുളകും ഒക്കെ ഒന്ന് ബില്ലിട്ടറാ. ആ, ടീച്ചർക്ക് എന്താ വേണ്ടേ പറഞ്ഞേ? കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തോട്ടോ. മല്ലിയിലക്കൊക്കെ ഇപ്പൊ നല്ല വില ടീച്ചറെ. കുറച്ച് മതി പൗലോസേ. അല്ല, ചേട്ടൻ കൊറേ നേരമായാലും നിക്കണു. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? കോവയ്ക്ക, കേബേജാ? ഒന്ന് വേഗം പറ, തിരക്കണം, എനിക്ക് നേരല്ല. കോളിഫ്ലവർ അതാണ് പറഞ്ഞാ പോരെ? 1 കിലോ ഉണ്ട്. 50 രൂപ. തിരക്കായത് കൊണ്ടാ.